ആലിയഭട്ടിന്റെ ഭാര്യ എത്തിയിട്ടുണ്ട്. കണ്ടപ്പോ പകർന്നു പോയി എന്റെ ബാല്യം. തോട്ടുമെന്നും ആദിലയും പൊന്നൂസും കൈ പിടിച്ച് പോകുമ്പോ ഉമ്മയും മോനും പോലെ ഉണ്ടായിരുന്നു. നീ ഇങ്ങനെ അടുത്തേക്കൊന്നും കൊണ്ടുവരല്ലോ. പോകാൻ എനിക്ക് പീരീഡ്സ് ആണോ? പീരീഡ്സിന്റെ ദിവസം നൂറിന് ഒരിക്കലും നമ്മൾ തൊടാൻ പോലും പാടില്ല. ഗൈസ്, ആദില വീട്ടിൽ കേറ്റൽ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇതൊക്കെ അടുക്കി പറക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ചത്. നോറാഞ്ചി കാണണം എന്ന് പറയും. പജാമ കെട്ടിട്ട് നമ്മളൊരു ബീച്ചിലേക്ക് കഴിക്കാൻ വിചാരിച്ചിട്ട് ബീച്ചിലേക്ക് പോവാണ്. നമ്മുടെ കൂടെ വേറൊരാളും കൂടിയിട്ട് ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ എവിടേക്കാ പോകുന്നത് വെച്ചാൽ, ഇന്ന് ആദില ആൻഡ് നൂറ കോഴിക്കോട് വന്നിട്ടുണ്ട്. ഒരു 2 ദിവസം they'll be in my house. അല്ലേ അമ്മ? യെസ്, അവരെ വിളിക്കാൻ വേണ്ടി പോവാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴിക്കാൻ പോകും. അത് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി എന്തായാലും കോഴിക്കോട് വന്നതല്ല, അപ്പം ചുറ്റി കറക്കിയിട്ട് വീട്ടിലേക്ക് പോവാന്നാണ് പ്ലാനിങ്. ഇന്നൊരു വ്ളോഗ് ലൈക്ക് ദാറ്റ് ആയിരിക്കും. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആദിലാനൂറിന് കാണുമ്പോൾ മാത്രമാണല്ലോ ഈ വ്ളോഗ് എടുക്കുന്നത്. അതൊന്നുമില്ല ഗൈസ്. സംഭവം എന്താ വെച്ചാൽ, ഞാൻ ബിന്നിനെ കണ്ടിട്ടുണ്ട്, സൗമ്യനെ കണ്ടിട്ടുണ്ട്. ഇവര് കാണുമ്പോൾ ഒന്നും എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പുതിയ ഫോൺ വാങ്ങി, ഇനി എനിക്ക് എത്ര വേണമെങ്കിലും വ്ളോഗ് എടുക്കാം. 2 TB സ്റ്റോറേജ് ഉണ്ട് ഫോണിൽ. സോ അതുകൊണ്ട് എനിക്ക് എത്ര വേണമെങ്കിലും വ്ളോഗ് എടുക്കാം. ആദ്യം ഞാൻ ഈ ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിലാണെങ്കിൽ ഭയങ്കര അധികം സ്റ്റോറേജ് ആണ്, അറൗണ്ട് 256 GB. ഞാൻ 1.5 വർഷമായിട്ട് ഇതിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റാഞ്ഞത്. അല്ലാതെ എനിക്ക് വ്ളോഗ് എടുക്കാൻ ആഗ്രഹം ഇല്ലാണ്ടൊന്നല്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കാണുമ്പോഴും. പക്ഷെ നടക്കണ്ടേ. അപ്പം പുതിയ ഫോൺ വാങ്ങിയ സ്ഥിതിക്ക് ഇങ്ങനെ തന്നെ ഐശ്വര്യമായിട്ടൊരു വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ച്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, യു ഗൈസ് ആസ്ക്ഡ് അബൌട്ട് വീടിൻ്റെ അപ്ഡേറ്റ്സ്. സോ വീടിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ, വീടിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ്, വീടല്ല റൂമിൻ്റെ അപ്ഡേറ്റ്സ്. സോ റൂമിൻ്റെ അപ്ഡേറ്റ്സ് വെച്ചാൽ, റൂമിൻ്റെ പണി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ്. ഇനി ബാക്കിയുള്ളത് ബാത്റൂമിൻ്റെ വർക്കാണ്. അത് നാളെ മറ്റന്നാളായിട്ട് സെറ്റാവും. പിന്നുള്ളത് കേട്ടൻ വെക്കാനുണ്ട്. അങ്ങനെ കുറച്ച് അല്ലറ പരിപാടികൾ. പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. സോ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളും വാങ്ങണം. പിന്നെ കുറച്ച് അല്ലറ സാധനങ്ങളും വാങ്ങണം. അപ്പം അതൊക്കെ ഉള്ള കാര്യമായിട്ടുള്ള പണികൾ, വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഓവറോൾ എല്ലാം സെറ്റായിട്ടൊരു റൂം ടൂർ പോലെ ചെയ്യാമെന്ന്. അല്ലാതെ നിങ്ങൾക്ക് റൂം അറേഞ്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് ചെയ്താൽ മതി. അതൊക്കെയാണ് റൂമിൻ്റെ അപ്ഡേറ്റ്സ്. പിന്നെ കാറിൻ്റെ അപ്ഡേറ്റ്സ് ഇതാ. കാറിൽ ഇപ്പോൾ 3 ബ്ലോഗ്സായി. കാറിൻ്റെ ബ്ലോഗ് ആയിരിക്കും ഈ ബ്ലോഗ് നിങ്ങൾ കാണാൻ മതിയാവാം. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നല്ലേ കാറിൻ്റെ ബ്ലോഗ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാമെങ്കിൽ ചിലപ്പം കാണാതെ ജഡ്ജ് ചെയ്യും. സോ ബൈ ദ വേ, എനിക്ക് കാർ ഓട്ടാൻ അറിയാം, പക്ഷേ എനിക്ക് ലൈസൻസ് ഇല്ല. അതുകൊണ്ട് ഇപ്പം കറന്റ് എൻ്റെ അമ്മ കാർ ഓടുന്നത്. വൺസ് ഐ ടേക്ക് ദ ലൈസൻസ് ഐ ഡ്രൈവ് ദ കാർ. സോ ടിൽ ദെൻ ഷീ വിൽ ഡ്രൈവ് ദ കാർ. എല്ലാ സമയത്ത് ഈ അങ്ങനെ ക്യാമറ ഓഫ് ആക്കിയിട്ടൊക്കെ ഞാൻ ചെയ്യാം. എനിക്ക് സത്യം പറഞ്ഞാൽ ലൈസൻസ് എടുക്കാനുള്ള സമയം കിട്ടാനാണ്. ഞാനൊരു 1 വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ലൈസൻസ് എടുത്തിട്ട് സെറ്റ് ആക്കണം. പക്ഷേ അതിന് കഴിയുന്നില്ല ഗൈസ്. ബിക്കോസ് എൻ്റെ ടൈം സ്കെഡ്യൂൾ അതിന് അനുവദിക്കുന്നില്ല. പക്ഷേ കാരണം എന്താ വെച്ചാൽ ഞാൻ ബിഗ് ബോസ് പോയി, പിന്നെ അതിൻ്റെ അടുത്ത് വേറെ ഇത് മുന്നുള്ള പരിപാടികൾ, ബിഗ് ബോസ് പോയി വന്നപ്പോൾ വീടിന് കുറേ റിലേറ്റഡ് പരിപാടികൾ വന്ന്, പിന്നെ ബാംഗ്ലൂരിൽ പോകേണ്ടതും കുറേ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഈ എല്ലാ സ്കെഡ്യൂളിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഡ്രൈവിംഗ് കൂടി പഠിച്ചിട്ട് ലൈക്ക് അത് നമ്മൾ കുറച്ചുകൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് സമയം വെക്കണം. ഇപ്പം നമുക്ക് നോർമലി റോട്ടിൽ കൊണ്ടുവന്ന ഡ്രൈവിംഗ് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ലൈസൻസ് കിട്ടാൻ അതിനായിട്ടുള്ള ഒരു ഇത് വേണ്ട സ്കിൽസ് ഉണ്ട്. സോ ആ ഒരു രീതിക്ക് ഞാൻ ഇതുവരായിട്ടും പോയിട്ടില്ല. ഞാൻ പോയിട്ട് എന്തായാലും ജാനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ലൈസൻസ് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഞാനൊരു ലൈസൻസ് എടുത്തിട്ട് ഞാനൊരു കാർ ഓട്ടുന്നൊരു വ്ളോഗൊക്കെ ഇടുന്നുണ്ട്. അല്ലാതെ ഞാൻ കാർ ഓട്ടുന്നതാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് വയ്ക്കാൻ മതി. ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ലൈവായിട്ട് കാണിക്കുന്ന മോശമല്ലേ. ലൈസൻസും ഇല്ല, കാർ ഓട്ടുന്നത്. MVD-കാർക്കൊക്കെ ഇത് മതി. അപ്പം ഞാൻ അതിന് നിൽക്കുന്നില്ല. സോ ഞാൻ ആദില നൂറ വിളിച്ച സമയത്ത് ആദിലനെ മാത്രം പറയാം, രണ്ടാളും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ,
രാവിലെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞത് ഞാൻ അതാ 45 മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ്. 45 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 മണിക്കൂറായി തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, ഒരു അവിടെ പാരമൗണ്ട് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇനി ശരിക്കൊരു 45 മിനിറ്റ് കൊണ്ട് എത്തുന്ന ഒരു 20 മിനിറ്റ് വരെ ഇത് എവിടെ പാരമൗണ്ട്ക്കോ എത്തിയാ മതി. സൂപ്പർ ഡ്രൈവർ ആണല്ലോ. ഇതാ വരുന്നേ. നല്ല ജിൽജിലായിണ്ടല്ലോ കളർ ഡ്രസ് ഒക്കെ ഇട്ടിട്ട്. നമ്മുടെ ആലിയഭട്ടിന്റെ ഭാര്യ എത്തിയിട്ടുണ്ട്. കള്ളി ഞാനും സേവാ. ഞാനിതാ ബ്ലൂ. എനിക്ക് ഓറഞ്ച് ഇഷ്ടമില്ല, അപ്പൊ ഞാൻ ബ്ലൂ വാങ്ങി. എപ്പെടുത്താ നമ്മളിവിടെ പൈസ എപ്പോ കിട്ടിയ ഓക്കെ. നല്ല ക്ലാരിറ്റി ഉണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ വെച്ചാൽ മതി വ്ളോഗ്. നല്ല സുഖ. ഫോണോ നമുക്കിത് വ്ളോഗ് ചെയ്യാൻ വേണ്ടിട്ടേ ഇങ്ങനെ പിടിച്ചാൽ മതി, ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. അത് നല്ലൊരു കാര്യമാണ്. അല്ല, ഐഫോണ് നമ്മള് പ്രൊമോട്ട് ചെയ്തിട്ട് വേണ്ടല്ലോ. എന്നിട്ട് എന്തൊക്കെയുണ്ട് അതില്ല വിശേഷം പറയൂ. നല്ല വിശേഷം മോളെ. ഇനി നമ്മൾ എന്താ പറയാ, ഇനി ഇവിടെ കുറച്ച് ലീലാവിലാസം പോവാം. അതെ, ഞങ്ങള് ഫുള്ള് അവള് ദത്തെടുത്തേക്കാണ് 2 ദിവസത്തേക്ക്. റിച്ച് ഗേൾ ആയതുകൊണ്ട് തന്നെ നമ്മള് സെക്കൻഡിലാണ് ഫോണൊക്കെ എടുക്കുന്നതെന്ന് അത് കണ്ടിട്ടില്ലല്ലോ. നീ ബാങ്ക് പോലെ അടിക്കാൻ പോണ്ട. ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അവള് ഉച്ചക്ക് തൊട്ടിട്ട് ഞങ്ങളെ പട്ടിണിക്ക് ഇട്ടേക്കാണ് തിന്നാൻ വാങ്ങി തരാൻ പറഞ്ഞിട്ട്. ഇപ്പൊ സമയം 4:59. ഫോണൊക്കെ പണി കഴിഞ്ഞ് ഞാൻ വൃത്തിയാക്കാൻ ആള് വന്നിട്ടുണ്ട്. അതല്ല, വൃത്തിയാക്കാൻ ആള് വന്നിട്ടുണ്ട്. അവരവർ കൊണ്ടു വന്നാല് ആ എടുത്തു വെക്കാത്ത സാധനം ഒരു കവറിലേക്ക് എടുത്തു വെക്കുന്നത് നമുക്കെല്ലാം കൂടി എടുത്തു വെക്കാം. ഒരു ക്ലീൻ വേണ്ട, അമ്മ റൂം ക്ലീൻ ചെയ്യണ്ട, ബാക്കിയുള്ള ക്ലീൻ ചെയ്തോട്ടെ. അത് നമ്മള് പോകുമ്പോ നമുക്ക് ക്ലീൻ ചെയ്യാൻ അതിലൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് കാണാൻ എന്ത് ലുക്കാന്നറിയോ. ആദിലൊക്കെയാണോ ഫാൻസ്, നൂറൊക്കെയാണോ ഫാൻസ്? ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കാം കമന്റ് ബോക്സിൽ. ആദിലന്റെ ഫാൻസ് ആണെങ്കിൽ ആദില റെഡ് ലവ്, നൂറിന്റെ ഫാൻ ആണെങ്കിൽ നൂറ വൈറ്റ് ലവ്. സത്യം, എന്റെ വീട് കൂടുതലും ഗേൾസ് ആ കാണല്ലേ. അപ്പൊ ഗേൾസിന് ഏറ്റവും കൂടുതൽ ഫാൻസ് ആദിലാണ്. ഇവക്ക് ബോയ്സ് രണ്ടാൾക്കും ആ രീതിക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്. അതിന്റെ ഓഡിയൻസ് എടുത്ത് നോക്കാൻ, ഇൻസ്റ്റാഗ്രാമിന്റെ ഓഡിയൻസ് എടുത്ത് നോക്കാൻ ഏറ്റവും കൂടുതൽ ഫീമെയിൽ ആയിരിക്കും, നമ്മളെ ഓഡിയൻസ് മെയിൽ ആയിരിക്കും. അങ്ങനെ തന്നെ സത്യം. നമ്മുടെ കോഴിക്കോട് ഞായറാഴ്ച ഉള്ള അവസ്ഥ ആണത്. തീരെ ബ്ലോക്ക് ഉണ്ടാവില്ല അല്ലേ? അവയർ ആയിരിക്കും അല്ല. ഞാൻ ക്യാമറ ഓണാക്കി സംഭവിക്കാൻ പോകുന്നു. അതുണ്ട്. അത് ഞാൻ ഫിക്സൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. ഓ, മറ്റേ കൊരങ്ങന്റെ കയ്യില് പൂമാലയൊക്കെ അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എനിക്ക് കൊളാബാണ്, എന്ത് വേണേലും കഴിക്കാം. യുനോ അതെ, അങ്ങനെ നമ്മള് ഒരു പിടി പിടിക്കൂലേ.
ഇതില്ലേ ഞങ്ങൾ പൊന്നൂസിന് വിസ്മയില് പോയിണ്ടായിരുന്നേ. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ കയറിയ സമയത്ത് ഓരോ ചോദിച്ചു മട്ട സൂപ്പ് വേണോന്ന്. പേയ്മെന്റ് ആണ്. അപ്പൊ ചോദിച്ചു മട്ട സൂപ്പോ ഒന്ന് മതിനെ ഇവിടെ കോംപ്ലിമെന്റ് ആണ് എന്നാ അഞ്ചോടും പക്ഷെ നമ്മളിപ്പോ കുറച്ച് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് പച്ചക്കറി അഞ്ചൊന്നും പറയില്ല. അല്ല മട്ട സൂപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കൂലേ? ഓ അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ ഒന്ന് മതി 1/2 എടുക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവിടെ കോംപ്ലിമെന്റ് അപ്പൊ അഞ്ചെണ്ണം അല്ല അതല്ല കുടിക്കോ ഡയലോഗ് കുടിക്കോ ഓവർ പൈസ ചെലവാക്കി പൊന്നൂസ് ചോദിക്കി കുടിക്കുക. അപ്പൊ പൊന്നൂസിനെ കണ്ണൂർക്ക് കാണിച്ചു കൊടുക്കും വേണ്ടെന്ന് പറയാം. അത് വരെ അത് അപ്പൊ എല്ലാരും കുടിക്കുന്ന ആൾക്കാര് അത് പിന്നെ നമ്മൾ എല്ലാരും അങ്ങനെ തന്നെ ആണെന്നാണ് എന്റെ ഒരു നിഗമനം. അതെ നമ്മൾ ഗോയിങ് ടു ഈറ്റ് ഫുഡ്. അയ്യോ ഇനി ആതിരങ്ങ നൂറങ്ങ ആരാധകർ വാരി പൊത്തുന്ന കാണാം. വിശക്കുന്നു. ഞാൻ നിങ്ങള് രാവിലെ എങ്കിലും ഫുഡ് കഴിച്ചില്ലേ? ഞാൻ ഒന്നും കഴിച്ചില്ല. ഞാൻ റനയാണ്. പ്രത്യക്ഷമാവും. ഇത് ഞാൻ ഓൾറെഡി കുറെ പ്രാവശ്യം പറഞ്ഞു സമയത്ത് എന്തെങ്കിലും അതെ ഒന്ന് ഇങ്ങനത്തെ നിലവാരമല്ലാത്ത ചളി അടിക്കരുത്. ഇനിയോ അതില് വയ്യ. അല്ല അതിൽ രണ്ടാളും കണക്കന്നെ. പിന്നെ അതിലൊക്കെ ഫാൻസ് കൂടുതലുണ്ടായതിനെ കൊണ്ട് ആൾക്കാർ പറയും അതിൽ തന്നെ വെച്ച് അതെല്ലാം കണ്ട് പേടിച്ചു പോയി. ഇങ്ങനെ തന്നെ വരേണ്ടത്. മറ്റേതല്ലേ വേണ്ടത്? അതിങ്ങനെ വെക്കാം. ഓ മോള് വരൂല. അത് മറ്റേ ഇത് മാത്രമേ അത് അപ്ഡേഷൻ വന്നില്ല. ഇവിടെ ഇല്ലേ ഇത് കണ്ടപ്പോ പകച്ചു പോയി എന്റെ പാലും. ഞങ്ങൾ ഈ ആംഗിളാ കണ്ടത്. അപ്പൊ നമ്മൾ ഇവിടാണ് ഫുഡ് കഴിക്കാൻ വരുന്നത് അല്ലേ? കൊളാബല്ലേ? ആ കൊളാബാ. എത്ര 2 TB ഒരു 500 അല്ല GB എനിക്ക് തരുമോ? അത് തരാൻ പറ്റില്ല. അല്ല നിങ്ങളുടെ എത്ര? 512 നല്ലതന്നെ ആണ്. 2 വർഷത്തേക്കുണ്ടാവും. എന്താ വേറൊന്ന് വേറെ തോട്ടുമെന്നും ആദിലയും പൊന്നൂസും കൈ പിടിച്ച് പോകുമ്പോ ഉമ്മയും മോളിയും പോലെ ഉണ്ടായിരുന്നു. സെയിം മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. സമയം കഴിഞ്ഞ് ഇതൊക്കെ കണ്ടിരിക്കും. ഇത് നല്ല രസമുണ്ടാവും. എഡിറ്റൊക്കെ കണ്ടിരിക്കും. ഡെയിലി ഉണ്ടാവും. എല്ലപ്പോഴും ഉണ്ട്. കൊറേ എഡിറ്റ്സ് ഉണ്ടാവും. നല്ല പോയായിരുന്നു. ഇവിടെ ഒരാള് ക്യാമറ ഓഫ് ആക്കിയ തന്തക്ക് വിളിക്കാതിരിക്ക. വിശന്ന് പണ്ടാരടിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ അടുത്തേക്കൊന്നും കൊണ്ടുവരല്ല. പോയായിരുന്നു. എനിക്ക് പീരീഡ്സ് ആണോ? പീരീഡ്സിന്റെ ദിവസം നൂറിൽ ഒരിക്കലും നമ്മൾ തൊടാൻ പോലും പാടില്ല. നമ്മൾ കടിച്ച് കീറി കൊല്ലും. അത് 2ാമത്തെ ദിവസം പോലെ എന്തൊരു അവസ്ഥ ഞാൻ ആലോചിച്ചു. പാവം ഉണ്ടാവും കേട്ടോ. നൂറ ആദില നല്ലോണം കഴിച്ചോ. വീട്ടില് പണിയുണ്ട്. മുറ്റത്തൊരു മൈന. അതിങ്ങ വരുമോന്ന് ഞാൻ കാത്തിരിക്കുക. ഇവര് കൊച്ചിയിലേക്ക് തോണി ഇട്ടോ നോക്കാൻ പോവാല്ലേ? ജീവി ആരാ? ആ ജീവി. ഐ മീൻ ജീവി. മനുഷ്യനും ഒരു ജീവിയാണ്. ഈ ഒരു ജീവിയാണ്. ഞാനും ഒരു ജീവിയാണ്. ഇതൊരു ജന്തുവാണ്. സോഷ്യൽ ആനിമൽ. നീ ആയിരിക്കില്ലേ സോഷ്യൽ ആനിമൽ? ഹൈന. ഇതൊരു സോഷ്യൽ ഹൈനയാണ്.
പൂച്ച. ഹായ്. സോ ഗൈസ്, ആദില വീട്ടിൽ കേറ്റൽ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സീരീസിന്റെ എപ്പിസോഡ് 1 ആണ്. അതുകൊണ്ട് അവർ എന്റെ വീട്ടിലാണ് ഫസ്റ്റ് കയറുന്നത്. അല്ല, എന്റെ വലത്തെ കാല് വെച്ച് കയറാം. ഇടത് വലത്. വലത്തെ കാല് വെച്ചു. കാറ് വെക്കാനോ? ഓക്കെ, ഞാൻ കൊടുക്കുന്നതാ. ഇത് നമ്മുടെ ആദിലക്കും നൂറക്കും കിട്ടിയ ഗിഫ്റ്റ് ആണ്. പക്ഷെ അവരുടെ സ്നേഹം കാരണം അവര് അത് നമുക്ക് തരാൻ പോവാണ്. ഞങ്ങളെ ഫോട്ടോ ഫ്രെയിം വെക്കോ? സന്തോഷം. അല്ല, ഫ്രെയിം വേണ്ട, മുട്ടായിയൊക്കെ മതി. മുട്ടായി ഉണ്ട്. അതൊക്കെ സ്വീറ്റ്സ് ആണ്. നമ്മളെല്ലാരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും. അതെ, നിങ്ങളെ സ്നേഹം ഞങ്ങൾ പങ്കിടും. ഞങ്ങൾ സ്നേഹം പങ്കിടും. ഇവിടെ ഒരു വ്ളോഗേഴ്സിന്റെ പെരുമയാണ്. അപ്പൊ ഇവിടെ ഒരാള് ക്യാമറയെല്ലാം നോക്കണം. സത്യോ, ഇവിടെ വേറൊരു ക്യാമറയിൽ ആളിക്കുന്നു. ഇവിടെ വേറൊരു വ്ളോഗർ, ഇത് വേറൊരു വ്ളോഗർ, ഇത് പിന്നെ വ്ളോഗറാ ഭാര്യ. അതെ, ഈ വീട് ഫുള്ളും വീട്ടിലോട്ട് അതിപ്പോ തീരെ അറിഞ്ഞില്ല. അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഇവിടെ എഡിറ്റ് ചെയ്യാൻ തന്നെ സമയമില്ല. കാരണം കട്ട് ചെയ്ത് വിഷക്ക് പോയത് ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടോ? ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടോ? ഞാൻ ക്യാമറ അടിച്ചിറക്കിയിട്ടില്ല. ഓക്കെ, മനസ്സിലല്ലേ മുത്തേ? അതെ അതെ, എനിക്ക് അങ്ങനെ മനസ്സിലായിട്ട് ശീലമില്ല, അതുകൊണ്ടാ ചോദിച്ചേ. അങ്ങനൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഇത്ര പെട്ടെന്ന് ഒരുമിച്ച് കയറാം. ഞാൻ One, two, three, start. Come on guys. ഇതാണ് എന്റെ വീട്. 3 കുയിലുകളാണുള്ളത്. കുയിലുകളുടെ ഇടയിൽ പൂമ്പാറ്റി. അതെ, നിങ്ങളോട് രണ്ടാളോട് പറയാം. വിരുന്നാരാണെന്നുള്ള ഭാവം നിങ്ങളുടെ പണിയെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ബേസിക്കലി ഇവിടെ ലേബറിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനത്തെ ഒന്നുണ്ട്. ഇത് ലക്ഷ്മിക്ക് ഗിഫ്റ്റ് ചെയ്തതാ, ചിഞ്ചു മഞ്ജു. പിന്നെ എന്റെ വീടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരിന്റെ വ്ലോഗ് മാത്രമേ ഉള്ളൂ കാണാം. അത്രയും സ്നേഹമാണ് എന്റെ ഫാമിലിക്ക് എന്നോട്. അയ്യോ, പാട്ടോ ഇനി റൂമിലേക്ക് വാ. അല്ല, മൂപ്പര് പറഞ്ഞ് ഞാൻ എന്റെ മാഗ്നറ്റ് തരാം, വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കോ. അത് തന്നോ വെച്ചതാ. ഇവിടെ ഒരു ഉണ്ണി വെച്ചു കൊടുക്കാം. കേറി റൂം മേലേക്ക് കയറി. സോ ഇവര് മേലേക്ക് കയറാണ്. സൗണ്ട് ഉണ്ടാക്കല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അടിപൊളിയൊന്നല്ല, ഇനി വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഇതൊക്കെ അടുക്കി പെറുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ചത്. രസണ്ടാ? ഞാനാ ഡിസൈനർ. നമ്മൾ രണ്ടാളും. ഈ മതില് ഈ ഡിസൈൻ ഒക്കെ എന്റേതാണ്. ഈ ഗ്ലാസ് വെക്കുന്ന പ്ലാനും എന്റേതാണ്. ബാക്കിയൊക്കെ എന്റേതാ. ഓക്കെ ഓക്കെ. സോ ഇതാണ് ഗൈസ് എന്റെ റൂം. ഞാൻ എന്റെ റൂം അങ്ങനെ എവിടെ റിവീൽ ചെയ്തില്ല. എങ്ങനെയുണ്ട് റൂം? ഇഷ്ടപ്പെട്ടോ? നല്ല റൂമാ. 10ൽ എത്ര മാർക്ക് കൊടുക്കും? 10ന് 10 കൊടുക്കാം. അടിപൊളി. ഞങ്ങൾക്ക് ഇന്ന് പുതിയൊരു ഗസ്റ്റും കൂടി ഉണ്ട്. നൂറിന്റെ ഡൂപ്പായിട്ടുള്ള നോറ. ജയന്റെ കൂടാണ് ഗൈസ്. ഹായ്. സോ നോറ ആൻഡ് ജെ
ഇതാണ് കൊറേ ആയി കാണണം എന്ന് പറയും. അല്ലല്ല ഓക്കെ ഞാൻ അങ്ങോട്ട് ഓക്കെ ബൈ. സോ നമ്മള് ഗേൾസ് നൈറ്റിന് വേണ്ടിട്ട് പുതിയൊരു അതിഥിയും കൂടി വന്നിട്ടുണ്ട്. നമ്മളെ നിലപാടില്ലാത്ത നോറ അല്ലേ? ഓക്കെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയില്ലേ? എനിക്ക് തോന്നി, കാരണം ആ ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ചുകൂടി മുന്നാണ്. വലുത് കാൽ വെച്ച് ബ്ലോഗ് കാണണ്ട വിചാരിച്ചിട്ട് കിടന്നു എന്റെ പുതിയ റൂമിലേക്ക് വരുന്ന രണ്ടാമത്തെ ഗസ്റ്റ് നോറാണ്. അമ്മ മേല. എന്തൊക്കെയുണ്ട് നോറ വിശേഷം? നോറ എന്താ സൈലന്റ് ആയിക്കുന്നേ? ഞാൻ സൈലന്റ് അല്ല, ഞാൻ വന്ന് കേറിയിട്ടല്ലോ. ഓ അതിന്റെ ഒരു ഇതാ. ഞാൻ കണ്ട നോറ ഇങ്ങനെയല്ല, അതുകൊണ്ടാണ്. ഹലോ ഹായ്. ഹലോ ഹായ്. ഞാൻ ഇത് വൃത്തിയാക്കാൻ വേണ്ടിട്ട് വെച്ചതാണ്. അപ്പം ഗൈസ് നമ്മള് രാത്രി പജാമ കെട്ടിട്ട് നമ്മളൊരു PJ നൈറ്റ് ആക്കിയാലോ വിചാരിച്ചിട്ട് ബീച്ചിലേക്ക് പോവാണ്. നമ്മുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. അതെ കാക്കക്കൂട്ടി കല്ലിട്ട പോലെ എല്ലാരും കൂടി സംസാരിക്കല്ലേ? ഇതിപ്പോ ഫുൾ ലേഡീസ് പാർട്ടിയാണ്. ഇതൊരു പേടി. ഒരു പേടിയില്ല. ഈ നൈറ്റ് ഔട്ട് നമ്മള് പോകുന്നില്ല, നമ്മള് വേറെ സെപ്പറേറ്റ് ബ്ലോഗ് ഇട്ടിട്ടുണ്ടാവും. അത് ഞാൻ മേലെ നടന്നവരാണെങ്കിൽ നൈറ്റ് ഔട്ടിനില്ലേ 3 വേർഷൻസ് ഇറങ്ങും. വേർഷൻ 1 വേർഷൻ 2 എല്ലാരും നേരത്തെ കാണാൻ. ഇവര് ബെസ്റ്റീസ് ആണ്. ടീം നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? ടീം ടുട്ടുമണി. ടുട്ടുമണി. അത് കൊള്ളൂല. ഞങ്ങള് ആലോചിച്ചിട്ട് ഡിസൈഡ് ചെയ്തിട്ട് പറയും. അത് പറയുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ബീച്ചിൽ പോയിട്ട് ഇപ്പിട്ടാണോ? എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച്? കണ്ടിട്ടുണ്ടോ? ഈ വൈബ് ഇല്ലേനല്ലോ. ഇത് പുതിയത് വന്നതാ ആണോ? ആ എപ്പിടി ഇருக்கு ഇതാണ് ഉപ്പിലിട്ടത്. ഐശ്വര്യ വേണോ? ഐശ്വര്യതി വേണോ? എങ്ങനെയുണ്ട് ഐശ്വര്യത്തി നൂറ? ഓക്കെ, ബൈ ദ വേ ഞാൻ ആ ഭാഗം വോയിസ് ഓവർ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ഭയങ്കര മ്യൂസിക്കും സോങ്ങും ഒക്കെ ആയിരുന്നു. അപ്പം കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട്. സോ പൈനാപ്പിൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നല്ല ഉപ്പും പുളിയും ഇങ്ങനെ കുത്തി കയറുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രം. പക്ഷേ നൂറക്കും ആദിലക്കും എനിക്കൊക്കെ പൈനാപ്പിളാണ് ഇഷ്ടം. വി ആർ പൈനാപ്പിൾ ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഐശ്വര്യതി ഒരിക്കലും ലൈക്ക് ആയിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും കഴിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നോറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്യാരറ്റാണ്, വിച്ച് ഈസ് നോട്ട് മൈ ടേസ്റ്റ്. അപ്പം അങ്ങനെയൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. എന്നിട്ട് അത് കഴിച്ചിട്ട് നമ്മൾ ബൺ ബോയിൽ കൊറിയൻ ബണ്ണ് കഴിച്ചാലാന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു.
വ്ളോഗ് എടുക്കുന്ന സമയത്ത് ബാക്കിൽ ചെക്കന്മാരൊക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നേ. ഓക്കെ അതൊക്കെ അവിടെ കട്ടെ. അപ്പോൾ അതായിരുന്നു നമ്മളെ പ്ലാന്, ബൺബോയിന്ന് കഴിക്കാന്നുള്ളത്. അപ്പം നോറ അവിടെ ഉള്ള ആൾക്കാരെ വിളിച്ച് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി. അപ്പം നമ്മൾ ബൺബോയിൽ പോകാമെന്ന് പ്ലാൻ ചെയ്ത്. പക്ഷേ അതിനു മുന്നേ നമ്മൾ കടക്ക നിറച്ച് കഴിക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനുമായിട്ട് കടക്ക നിറച്ചത് കഴിക്കാൻ വേണ്ടി വന്ന്. ഇറ്റ് വാസ് ഓക്കെ കടക്കാർച്ച. നമുക്ക് ആ ചൂടോടുള്ള ഒരു കടക്കാർച്ച കിട്ടിയില്ല, കാരണം നല്ല രാത്രിയായില്ലേ. ചൂടോടുള്ള കടക്കാർച്ച കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ കോഴിക്കോടൊക്കെ ഉള്ളൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ അരി വെച്ചിട്ടുള്ള, അരി അരച്ച് തേങ്ങ, അരി, ചുവന്നുള്ളി, ജീരകമൊക്കെ ഇട്ടിട്ടുള്ളൊരു കടക്കാർച്ചതാക്കും. പൊരിക്കാതെ മസാല തേച്ച് ഷാലോ ഫ്രൈ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊയലപ്പം കഴിച്ച്, പോപ്കോൺ കഴിച്ച്, അങ്ങനെ ഒരു തിന്നൽ വ്ളോഗ് ആയിരുന്നു ചുരുക്കി പറഞ്ഞാൽ. ഇതിനെക്കാട്ടും നിലവാരമുണ്ട് എൻ്റെ ചളിയെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ ബൺബോയ് ചളിനെക്കാട്ടി രസമുള്ള ചളിയാണ് ഗൈസ്. അവിടെ പോയപ്പോഴും പണ്ടാര ഈ പാട്ട് ഐനിയുടെ വൺ ഡാൻസ്, ആ പാട്ടൊക്കെ. അപ്പം ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ കഴിക്കുന്നതാണ് ഇവിടുത്തെ കൊറിയൻ ബൺ. ഭയങ്കര ടേസ്റ്റാണ്. ദിസ് ഇസ് നോട്ട് എ പ്രൊമോഷൻ, ബട്ട് എനിക്ക് പറഞ്ഞേ പറ്റൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ലോട്ടസ് ബിസ്കോഫിൻ്റെ എന്തോ ഒരു ബണ്ണിന് വാങ്ങിയത്. ആദില ബോട്ടൊരു ഏരുള്ള ബണ്ണ്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു വാങ്ങിയത്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ കൊറിയൻ ബൺ. എനിക്ക് ലൈക്ക് ഒരു മസ്ക ബണ്ണില്ലേ, അതിൻ്റെ വേറൊരു വേർഷൻ, പക്ഷെ കുറച്ചുകൂടി ക്രീമി ആയിട്ടുള്ള വേർഷന്. വി ലിറ്ററലി ലൈക്ക് ഇറ്റ്. സോ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു പജാമ ഗേൾസ് നൈറ്റായിരുന്നു പ്ലാൻ ചെയ്തതൊന്നല്ല. പക്ഷെ എല്ലാവരും പജാമ ഇട്ടപ്പോൾ നമ്മളും എല്ലാവരും പജാമ ഇട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇങ്ങനെ ഇറങ്ങാമെന്ന്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഓക്വേർഡ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഇട്ട് നടന്ന് റെഡിയായി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇവരെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവർ ആദ്യമായിട്ടാണ് കോഴിക്കോട് വന്നിട്ട് നമ്മൾ മീറ്റ് ആക്കുന്നതും വീട്ടിലേക്ക് സ്റ്റേക്കൊക്കെ വരുന്നത്. എൻ്റെ വീട്ടിൽ ഫസ്റ്റ് വന്നത് ബിഗ് ബോസ് ഹൗസിൽ ആദില നൂറയാണ്. അതെനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഇറ്റ് വാസ് എ ഹാപ്പി മൂമെൻറ്റ് ഫോർ മീ. പിന്നെ വി വാസ് സോ ഹാപ്പി ടു വെൽക്കം ദം ഓൾസോ. ഹായ് ഗൈസ്. സോ ഞാൻ വിചാരിച്ച വീഡിയോ എങ്ങനെ വൈൻഡപ്പ് ചെയ്യാമെന്ന്. അതിലെന്റെ തലന്റെ ഏതോ സെൻസറാണ് എന്നിട്ട് രണ്ട് കട്ടി അടിച്ചിട്ട് കിടന്നു. ആദിലാത്താക്ക് നൂറാ ടാസ്ക്. ഹലോ ഓക്കെ ഗൈസ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദി വീഡിയോ. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല ബീച്ചില്. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ് ബൈ. അഡിഡാസിലെ 3 വരനെ പോലെ നിരന്ന് കിടക്കുന്നുണ്ട്.